മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ തുടർ ചികിത്സയ്ക്കായി ഡോക്ടർ അരുൺ സഖറിയ ഇന്ന് അതിരപ്പള്ളിയിലെത്തും. വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെയും സ്ഥലത്തെത്തിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി അതിരപ്പള്ളിയിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഈ ദൗത്യം അത് ഏത് തരത്തിലാണ് ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അരുണ്യ, മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ തിരക്കിട്ട നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ആനയെ കാണാം. ആന എനിക്ക് പിന്നിൽ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ 13ാം ബ്ലോക്ക് വെറ്റിലപ്പാറയിലെ എണ്ണപ്പനത്തോട്ടത്തിലാണ് ഇപ്പോൾ ആനയുള്ളത്. ആനയുടെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകും. അത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും അതിന് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ആന മെലിഞ്ഞ് അത് അവശനായി എന്നുള്ള നിലയിലേക്കാണ് മാറുന്നത്. ദൃശ്യങ്ങളിൽ ആന ഇവിടെ ഉണ്ടെങ്കിലും നിലയുറപ്പിക്കുന്നു. പൂഴിമണ്ണ് വാരി നെറ്റിയിലെ മുറിവിൽ തുടർച്ചയായി വാരി എറിയുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂറോളമായി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ ഏകദേശം ഇത്രയും സമയമായി തന്നെ ആന ഈ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. നെറ്റിയിൽ പൂഴിമണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആ നിലയിൽ തന്നെ, അതിന് നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും പറഞ്ഞത് ആനകളും മൃഗങ്ങളുമൊക്കെ ഇത്തരത്തിൽ പരിക്കുകൾ ഉണ്ടാകുമ്പോൾ ഒരു സ്വയം ചികിത്സ എന്നുള്ള നിലയിലാണ് പൂഴിമണ്ണ് വാരി എറിഞ്ഞ് ഇത്തരത്തിൽ അതിനുള്ള മണ്ണെറിഞ്ഞുകൊണ്ടുള്ള സ്വയം ചികിത്സ എന്നുള്ള നിലയിലാണ് ചെയ്യുന്നത്. അത് തുടർച്ചയായി ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണപ്പനത്തോട്ടത്തിലെ അവിടെ നിന്നുള്ള ചെറിയ പനകൾ മറിച്ചിട്ട് അതിൻ്റെ നാരും മറ്റും തിന്നുന്നുണ്ട്. അത്തരത്തിൽ കുറേ സമയം അധികമായി ഈ ആന ഇവിടെ ഇതേ നിലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നേരത്തെയൊക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആനയെ പിന്നീട് കണ്ടെത്തുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ആന ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ നിൽക്കുന്ന കാലടി പ്ലാന്റേഷനിലെ ജനവാസ മേഖലയിൽ ഫോറസ്റ്റ് PCKയുടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആനയുടെ ആരോഗ്യനിലയാണ് ആശങ്കയുണ്ടാക്കുന്നത്. നേരത്തെ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നമ്മൾ കണ്ടപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി ആനയുടെ ശരീരഘടനയിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. അത് കുറച്ചുകൂടി മെലിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അവശത കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നമ്മൾ ഇന്ന് തന്നെ ഇവിടേക്ക് അരുൺ സഖറിയയും സംഘവും എത്തുന്നുണ്ട് ആനയെ നിരീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ, ഇവിടെ ഡോക്ടർ ബിനോയുടെയും മറ്റും നേതൃത്വത്തിൽ ആനയെ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അപ്പോൾ തന്നെ ആനയ്ക്ക് കൈതച്ചക്ക അടക്കമുള്ള ഭക്ഷണം എത്തിച്ച് അതിന് കൊടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ആന ചാർജ് ചെയ്ത് മുന്നോട്ട് വരുന്ന രീതിയാണ്. മനുഷ്യരെ കൂടുതൽ അടുപ്പിക്കുന്നില്ല. അതിനടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ആന മുന്നോട്ട് വരുന്നതും മറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഏതായാലും കോടനാട്ട പരിശോധനകൾ പൂർത്തീകരിച്ചതിന് ശേഷം 11 മണിയോടുകൂടി അരുൺ സഖറിയയും സംഘവും ഇവിടേക്ക് എത്തും. ആനയുടെ സ്ഥിതിഗതികൾ പരിശോധിക്കും. ആനയുടെ ആരോഗ്യനില അടക്കം പരിശോധിക്കും. അതിനുശേഷം വിദഗ്ധ കൂടിയാലോചന നടക്കും. വെറ്റിനറി സർജന്മാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും അടക്കം കൂടിയാലോചനകൾ നടക്കും. CCF കൂടി ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചില സൂചനകൾ ലഭിക്കുന്നത്. അദ്ദേഹം കൂടി എത്തിയാൽ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഒരു വേഗത കൈവരും. അങ്ങനെയെങ്കിൽ ആനയുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ച്, നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് മയക്കുവെടി വെക്കുന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ വയനാട്ടിൽ നിന്നും കുങ്കിയാനകളായ വിക്രമിനെയും കോന്നി സുരേന്ദ്രനെയും അതിവേഗത്തിൽ തന്നെ ആതിരപ്പള്ളിയിലേക്ക് എത്തിക്കും. ദൗത്യം ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കാൻ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒന്നിലധികം വെല്ലുവിളികളാണ് ഈ ദൗത്യത്തിന് മുന്നിലുള്ളത്. ഒന്ന്, ആനയ്ക്ക് തുടർ ചികിത്സയാണ് നൽകേണ്ടത്. അതിന് മുന്നോടിയായി ഈ മയക്കുവെടി വെച്ച് സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകേണ്ടതുണ്ട്. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 21 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആനയ്ക്ക് മുൻപ് മയക്കുവെടി വെച്ചതിന് ശേഷം. ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആനയ്ക്ക് വീണ്ടും മയക്കുവെടി വെക്കുക എന്നുള്ളത് അതിന്റെ ആരോഗ്യത്തെയും ജീവനെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ തുടർ ചികിത്സയ്ക്കായി ഡോക്ടർ അരുൺ സഖറിയ ഇന്ന് അതിരപ്പള്ളിയിലെത്തും. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെയും കൂടി എത്തിക്കാനാണ് തീരുമാനം. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.